പ്രസിഡന്റിൻ്റെ പവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 72 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 72 പ്രകാരം പ്രസിഡന്റിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പവറുണ്ട്. പണിഷ്മെൻറ്റ്, അതിപ്പം ഏത് കോടതി വിധിക്കുന്നതാണെങ്കിലും, മിലിറ്ററിയുടെ കോടതിയാണെങ്കിലും, പട്ടാളക്കോടതിയാണെങ്കിലും, സിവിലിയൻ കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഹൈക്കോർട്ടോ ഏത് കോടതി വിധിക്കുന്നതാണെങ്കിലും ഏത് തരത്തിലുള്ള ശിക്ഷയാണെങ്കിലും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ശിക്ഷകളിൽ ഇളവ് നൽകാൻ പറ്റും. ഒന്നല്ലെങ്കിൽ അത് ക്ഷമിച്ചു വിടാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇളവുകൾ നൽകാൻ പ്രസിഡന്റിന് ആർട്ടിക്കിൾ 72 പ്രകാരം അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അപ്പം ഇത് പ്രസിഡന്റ് ആരുടെ ബിഹാഫിലാണ് ഉപയോഗിക്കുന്നത്? പ്രസിഡന്റ് ഒരിക്കലും സ്വന്തം ഇൻഡിവിജ്വൽ ഇഷ്ടത്തിനല്ല അത് ചെയ്യുന്നത്. അയ്യോ അവനൊരു പാവം, എനിക്ക് അവനെ പേഴ്സണലായിട്ട് അറിയാം, അവന് ഇത്രയും ശിക്ഷ വേണ്ട, അങ്ങനെയല്ല പ്രസിഡന്റ് വിചാരിക്കുന്നത്. അതിന് മന്ത്രിസഭ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എപ്പോഴും പ്രസിഡന്റിൻ്റെ എല്ലാ മൂവിലും ഉപദേശിക്കാനുണ്ടാകും. അപ്പം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനോട് കൂടെ സംസാരിച്ച് അവരുടെ അഡ്വൈസും കൂടെ അനുസരിച്ചാണ് പ്രസിഡന്റ് ഈ ശിക്ഷകളിൽ ഇളവ് നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ശിക്ഷകളിൽ മാത്രമല്ല, പ്രസിഡന്റ് മൊത്തത്തിൽ എല്ലാ പ്രവൃത്തികളും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം എന്തൊക്കെ തരത്തിലുള്ള ഇളവുകളാണ്, ഏതൊക്കെ തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾക്കാണ് പ്രസിഡന്റിന് നൽകാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. പണിഷ്മെൻറ്റ് ഓർ സെൻറ്റൻസ് ഈസ് ഫോർ ആൻ ഒഫൻസ് എഗെയിൻസ്റ്റ് യൂണിയൻ ലോ. യൂണിയൻ ലോയ്ക്കെതിരെ നമുക്ക് പല നിയമങ്ങൾ പാർലമെൻറ്റും പല കാലത്തും പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമപ്രകാരമുള്ള ശിക്ഷ പണിഷ്മെൻറ്റ് ഓർ സെൻറ്റൻസ് ഈസ് ബൈ എ കോർട്ട് മാർഷ്യൽ അല്ലെങ്കിൽ മിലിറ്ററി കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർ നൽകിയിട്ടുള്ള ശിക്ഷയ്ക്കെതിരെയും എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ഇളവുകൾ നൽകാൻ പറ്റും. പിന്നെ ഡെത്ത്, അതായത് മരണം അല്ലെങ്കിൽ വധശിക്ഷയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ഇളവ് നൽകാൻ പറ്റും. നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ തീവ്രവാദികളെയും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള ആ ഒരു ശിക്ഷ, ഡെത്ത് സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളവർ പ്രസിഡന്റിന് അപേക്ഷ നൽകി എന്നുള്ളതാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. അപ്പം അതുമാത്രമല്ല, മിലിറ്ററി കോർട്ടിലുള്ള കുറ്റകൃത്യങ്ങൾക്കും അല്ലാത്ത കുറ്റകൃത്യങ്ങൾക്കും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇളവ് നൽകാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു പാർഡനിങ് പവർ എന്ന് പറയുന്നത്, പ്രസിഡന്റിൻ്റെ പാർഡനിങ് പവർ, ഈ ക്ഷമിക്കാനുള്ള ഈ ഒരു പവർ പ്രസിഡന്റിൻ്റെ ജുഡീഷ്യൽ പവേഴ്സിൽ പെടുന്നതാണ്. ഈ സുപ്രീം കോർട്ട് എന്ത് വിധി വിധിച്ചാലും പ്രസിഡന്റിൻ്റെ പാർഡനിങ് പവറിന് അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് കോർട്ട് എന്ത് വിധി വിധിച്ചാലും പ്രസിഡന്റ് പറയാണ് എന്നാൽ അത്രയും വേണ്ട, വധശിക്ഷ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ വധശിക്ഷ നടപ്പിലാവുകയില്ല എന്നുള്ളതും കൂടെ ഓർക്കുക. പിന്നെ അതിൻ്റെ മണ്ടയിൽ ഒരു അപ്പീലില്ല. പിന്നെയും പ്രധാനപ്പെട്ട ഇളവുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പാർഡൻ, കമ്മ്യൂട്ടേഷൻ, റെമിഷൻ, റെസ്പെക്റ്റ്, റിപ്രൈവ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും മാറിപ്പോകുന്ന കുറച്ച് ശിക്ഷകളാണ്. പാർഡൻ എന്നുള്ളത് നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല, ക്ഷമിച്ച് കളയുകയാണ്. പാർഡൻ വരുമ്പോഴത്തേക്കും, ഇപ്പം എനിക്കൊരു വധശിക്ഷ വിധിച്ചു, പക്ഷേ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എനിക്ക് വധശിക്ഷ വിധിച്ചത്, ഞാൻ പ്രസിഡന്റിനെ പോയി കാണുവാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം പ്രസിഡന്റ് കൺവിൻസ്ഡ് ആവുകയാണ് ഇത് വധശിക്ഷ വിധിക്കാനും മാത്രം ഉള്ള പ്രശ്നമൊന്നുമില്ല, ക്ഷമിച്ചു വിടുകയാണ്. അതായത് വധശിക്ഷയുടെ സമയത്ത് ഒന്നുമില്ല, ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ല എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ വധശിക്ഷയുടെ സ്ഥാനത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ ക്ഷമിച്ചു വിടുകയാണ് പാർഡനിൽ വരുന്നത്. പ്രസിഡന്റ് പാർഡൻ തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശിക്ഷയുമില്ല, ഉള്ള ശിക്ഷ തൂത്ത് മാഞ്ഞിപ്പോയി, ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഇതുവഴി നടക്കാം. ഇറ്റ് റിമൂവ്സ് ബോത്ത് ദ സെൻറ്റൻസ് ആൻഡ് ദ കൺവിക്ഷൻ ആൻഡ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ദ കൺവിക്ട് ഫ്രം ഓൾ സെൻറ്റൻസ്, പണിഷ്മെൻറ്റ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ. പ്രസിഡന്റ് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ ആളായി. അതാണ് പാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ നടന്ന സഹിച്ച എല്ലാ യാതനകളും കുറ്റങ്ങളും ഡിസ്ക്വാളിഫിക്കേഷനും എല്ലാം ഒറ്റ നിമിഷത്തിൽ ഇല്ലാണ്ടാവുകയാണ് പ്രസിഡന്റ് പാർഡൻ ചെയ്യുന്ന വഴി. ഓക്കെ, പാർഡൻ നിങ്ങൾ ഓർത്തിരിക്കും. ഇനി അങ്ങോട്ടുള്ളത് ഓർത്തിരിക്കാനും മറന്നുപോകാനും മാറിപ്പോകാനും നല്ല ചാൻസ് ഉണ്ട്. കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഇപ്പം ഞാൻ വധശിക്ഷയാണ് എനിക്ക് വിധിച്ചെന്ന് വെക്കുക, പക്ഷേ വധശിക്ഷയ്ക്ക് പകരം എന്തോ തടങ്കലുണ്ടല്ലോ, കുറേ കാലം ആജീവിതാനന്ദം തടങ്കലിൽ കിടന്നോ എന്നുള്ളൊരു ശിക്ഷയിലേക്ക് അത് കുറയ്ക്കുകയാണ്. ഒരു ലൈറ്റർ ഫോമുള്ള ശിക്ഷ നമുക്ക് നൽകുകയാണ്. വധശിക്ഷ വിധിച്ച ഒരു വ്യക്തിക്ക് ആജീവിതാനന്ദ തടവ്
പ്രസിഡന്റ് നൽകുകയാണ്. അതായത് മേജർ ഫോം ഓഫ് ശിക്ഷയിൽ നിന്നും പണിഷ്മെൻറ്റിൽ നിന്നും അതിൻ്റെ ഒരു ലൈറ്റർ ഫോം പണിഷ്മെൻറ്റ് നമുക്ക് നൽകുന്നതിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കണക്ക് ആയിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പം കുറച്ച് കണക്കിലാണല്ലോ കുറയ്ക്കലും കൂട്ടലും. അപ്പം ശിക്ഷയുടെ ഒരു ഫോം അല്ലെങ്കിൽ ശിക്ഷയുടെ ഒരു ഡെപ്ത് കുറച്ച് തരിക എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇറ്റ് ഡിനോട്ട്സ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ഫോം ഓഫ് പണിഷ്മെൻറ്റ് ഫോർ എ ലൈറ്റർ ഫോം. അപ്പം ഒരു മെയിൻ ഫോം, ഇപ്പം വധശിക്ഷയാണെങ്കിൽ ജീവിതാനന്ദ തടങ്കലിലാക്കുക, അതാണ്. ഇപ്പം ഒരു ഡെത്ത് സെൻറ്റൻസ് എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി അടുത്തത് റെമിഷൻ എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് 18 കൊല്ലമാണ് എൻ്റെ തടങ്കൽ വിധിച്ചിട്ടുള്ളെങ്കിൽ 18 എന്നുള്ളത് എനിക്ക് 8 കൊല്ലം മതി എന്നുള്ളത് ആക്കിത്തരും, എൻ്റെ പ്രായമൊക്കെ പരിഗണിച്ച്. അതായത് ശിക്ഷയുടെ കാലയളവിലുള്ള വ്യത്യാസമാണ് റെമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇംപ്ലൈസ് റെഡ്യൂസിങ് ദ പീരീഡ് ഓഫ് സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ക്യാരക്ടർ. സ്വഭാവം, ശിക്ഷയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നില്ല, പക്ഷേ അതിൻ്റെ ടൈമിൽ എത്ര കാലം നിങ്ങൾ അനുഭവിക്കണം എന്നുള്ള ടൈമിലാണ് മാറ്റം വരുത്തുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. 2 കൊല്ലത്തെ തടങ്കൽ നീ 1 കൊല്ലം ജീവിച്ചാൽ മതി എന്ന് ആ ഒരു ടൈം പീരീഡിനെ കാണിക്കുന്നതാണ് റെമിഷനിലേക്ക് വരുമ്പം. അടുത്തത് റെസ്പൈറ്റ് എന്ന് പറയുന്നത് ചെറിയ സെൻറ്റൻസ് നൽകുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു വലിയ ശിക്ഷയുണ്ട്, പക്ഷേ അതിന് പകരം ചെറിയ ശിക്ഷയായിട്ട് നമുക്ക് നൽകുകയാണ്. എന്തുകൊണ്ട്? അതിന് പ്രത്യേകം കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഫിസിക്കലി ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ മെൻ്റലി പ്രശ്നമാണ് എനിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഗർഭിണിയാണെങ്കിൽ, അങ്ങനെയുള്ള സ്ത്രീകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഗർഭിണിയാണെങ്കിൽ, പ്രായം ചെന്ന പുരുഷന്മാരാണെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അയാൾക്കുള്ളത് കൊണ്ട്, അങ്ങനെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ആ ഒരു അതിൻ്റെ ബേസിസിൽ നമുക്കുള്ള ശിക്ഷ ചെറുതാക്കുകയാണ്. ബാക്കിയുള്ളതിൽ കമ്മ്യൂട്ടേഷനിൽ എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷ എന്ത് ചെയ്യുന്നു, ചെറിയ ശിക്ഷ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളില്ല, പക്ഷെ ഫിസിക്കൽ കാരണങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. റെസ്പൈറ്റിൽ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം, അപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ വലിയ ശിക്ഷ ചെറിയ ശിക്ഷയാക്കുന്നതാണ് എന്ത്, റെസ്പൈറ്റ്. കമ്മ്യൂട്ടേഷനിലും വലിയ ശിക്ഷ ചെറിയ ശിക്ഷയാക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് എന്ത് കാരണമാകാം. റെസ്പൈറ്റിൽ വരുമ്പോഴത്തേക്കും ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കൺസെഷൻ നൽകുകയാണ് എന്ത്, റെസ്പൈറ്റിൽ വരുമ്പോൾ. ഇറ്റ് ഡിനോട്ട്സ് അവാർഡിങ് എ ലെസർ സെൻറ്റൻസ് ഇൻ പ്ലേസ് ഓഫ് വൺ ഒറിജിനലി അവാർഡ് ഡ്യൂ ടു സം സ്പെഷ്യൽ ഫാക്ട് സച്ച് ആസ് ഫിസിക്കൽ ഡിസബിലിറ്റി ഓഫ് എ കൺവിക്ട് ഓർ എ പ്രഗ്നൻസി ഓഫ് എ വുമൻ ഒഫൻഡർ. ഓക്കെ, ഇപ്പം ഗർഭിണിയൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ശിക്ഷ വേണ്ട, ശരി, അത് പരിഗണിച്ച് ചെറിയ ശിക്ഷയാക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് റിപ്രൈവ് എന്ന് പറയുന്നത് അത് ഡെത്ത് സെൻറ്റൻസ് ഒക്കെ കാണുമല്ലോ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഡെത്ത് സെൻറ്റൻസ് തന്നെ, അതിനെ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റേ ചെയ്ത് വെച്ചേക്കുന്നു, ഒരു സ്റ്റേ കൊടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇറ്റ് ഇംപ്ലൈസ് എ സ്റ്റേ ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് എ സെൻറ്റൻസ് എസ്പെഷ്യലി ദാറ്റ് ഓഫ് ഡെത്ത് ഫോർ എ ടെമ്പററി പീരീഡ്. അപ്പം ഇതൊരു ടെമ്പററി പീരീഡാണ് റിപ്രൈവ് എന്ന് പറയുന്നത്. ഈ റിപ്രൈവിൻ്റെ സമയത്ത് എന്താണ്, ഇപ്പോൾ എനിക്ക് വധശിക്ഷ വിധിച്ചു, പക്ഷേ എനിക്ക് റിപ്രൈവ് കിട്ടി. റിപ്രൈവ് കിട്ടുന്ന എന്തിനാണ്, ഒരു ചെറിയ ടെമ്പററി സ്റ്റേ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നാളെയാണ് വധശിക്ഷയെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് വധശിക്ഷ നീട്ടി വെച്ചേക്കുക. എന്തിനാണ് ഇത്രയും നീട്ടി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് നീട്ടി വെച്ചേക്കുക. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും മറ്റു മാർഗ്ഗങ്ങൾ തപ്പിപ്പിടിച്ച് എങ്ങനെയും എൻ്റെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ തപ്പിപ്പിടിക്കാൻ എനിക്ക് സമയം അനുവദിക്കുകയാണ് അതുവഴി. ഓക്കെ, അപ്പം ആ സമയം കൊണ്ട് എനിക്ക് കമ്മ്യൂട്ടേഷനോ അല്ലെങ്കിൽ റെമിഷനോ എന്തെങ്കിലും സാഹചര്യങ്ങൾ എനിക്കുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. വധശിക്ഷ വിധിച്ച ഉടനെ അയാളെ ഉടനെ പോയി തൂക്കിക്കൊല്ലത്തൊന്നുമില്ല, അയാൾക്ക് റിപ്രൈവ് അനുവദിക്കും. അത് കുറച്ച് സ്റ്റേ കിട്ടും. ആ സ്റ്റേയിലാണ് നമ്മൾ വേണ്ടപ്പെട്ടവരെ, പേരൻസിനെ, അല്ലെങ്കിൽ അങ്ങനെ പൊതു താല്പര്യ ഹർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രസിഡന്റിന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന് കമ്മ്യൂട്ടേഷനോ റെമിഷനോ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ റിപ്രൈവ് കാണാൻ പറ്റും. അതിന് റിപ്രൈവ് എന്നാണോ പറയുന്നത് അറിയത്തില്ല. വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഉടനെ തൂക്കിക്കൊല്ലത്തില്ല, അയാൾക്ക് ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗ്രൗണ്ട്സ് കണ്ടുപിടിച്ച് എന്താണ് ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ് കൊടുക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് പ്രസിഡൻറ്റിൻ്റെ ഈ ഒരു പവേഴ്സ് എന്നുള്ളത് ഓർക്കുക. ഇപ്പം വേറൊരു കാര്യം, ഗവർണറിനും ഇതുപോലത്തെ പവേഴ്സ് ഉണ്ട്. എക്സെപ്റ്റ് ഒരു കാര്യം, വധശിക്ഷയുടെ കാര്യത്തിൽ ഗവർണറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഫുൾ അതോറിറ്റി മാർക്കാണ് പ്രസിഡൻറ്റിനാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഒരു വധശിക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പണിഷ്മെൻറ്റ് ലൈറ്റർ ആക്കുന്ന ഈ ഒരു ആർട്ടിക്കിൾ 72 കൊടുക്കുന്ന അധികാരവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫാക്ട്സ് ഞാൻ പറയാം, നിങ്ങൾക്ക് മേ ബി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.
അതായത് പെറ്റീഷണർ, നമ്മളിപ്പം മേഴ്സി ദയ, പ്രസിഡൻറ്റിൻ്റെ ദയ ചോദിച്ചു പോകുന്ന ആ ഒരു പെറ്റീഷണർ ഒരിക്കലും പ്രസിഡൻറ്റിനെ നേരിട്ട് കാണത്തില്ല. അത് ഒരു കാര്യമാണ്. ഒരിക്കലും ഓറൽ ഹിയറിംഗ്, ഒരു വ്യക്തി പ്രസിഡൻറ്റിനോട് നേരിട്ട് ചെന്ന് അദ്ദേഹത്തിനോട് പ്രശ്നങ്ങളൊന്നും പറയത്തില്ല. എന്നെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കണം, ഞാൻ 3-4 പേരെ ബോംബിട്ട് കൊന്നതേ ഉള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പ്രസിഡൻറ്റിനെ നേരിട്ട് കണ്ടു വന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എവിഡൻസ് ഒക്കെ പ്രസിഡൻറ്റിനെ എക്സാമിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കോടതിയുടെ അടുത്ത് എന്ന് പ്രസിഡൻറ്റിനെ ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും വിത്ത് എവിഡൻസ് ശുപാർശ കോടതിയുടെ അടുത്തു നിന്ന് ചോദിക്കാൻ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. പിന്നെ ഈ പ്രസിഡൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസിഡൻറ്റ് ഈ ഉപയോഗിക്കുന്ന ഈ പവർ യൂണിയൻ ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും. പ്രസിഡൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായത്തിലല്ല ഈ പണിഷ്മെൻറ്റിൻ്റെ പവർ പ്രസിഡൻറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഈ സുപ്രീം കോർട്ടിന് ഒരിക്കലും പ്രസിഡൻറ്റിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാൻ ഒരു തരത്തിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള അധികാരവും ഇല്ല എന്നുള്ളത് ഓർക്കുക. ദർ ഈസ് നോ നീഡ് ഫോർ ദ സുപ്രീം കോർട്ട് ടു ലേ ഡൗൺ സ്പെസിഫിക് ഗൈഡ് ലൈൻ ഫോർ ദ എക്സസൈസ് ഓഫ് പവർ ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റ് ഈ പവറൊക്കെ എക്സസൈസ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എന്ത് പ്രകാരമാണ്? അഭിപ്രായ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ സുപ്രീം കോടതി ഇനി നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നുമില്ല, ഞാൻ വിധിക്കാനുള്ള വിധിച്ചു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം സെപ്പറേഷൻ ഓഫ് പവർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്. അപ്പം ജുഡീഷ്യറി എന്ന് എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിലോ എക്സിക്യൂട്ടീവ് എന്ന് ലെജിസ്ലേച്ചറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇടപെടത്തില്ല. അപ്പോൾ എക്സിക്യൂട്ടീവിലുള്ള ആളാണ് പ്രസിഡൻറ്റും മന്ത്രിസഭയിലുള്ളവരും. അപ്പം പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസിഡന്റിന്റെ ഫ്രണ്ടിലെത്തിയ ഒരു വിഷയത്തിന് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ജുഡീഷ്യറിക്ക് ഒരിക്കലും കടന്നു കയറി ചെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് എന്ത് വിധി വിധിച്ചാലും സുപ്രീം കോർട്ട് അല്ലാതെ അഭിപ്രായം ഒന്നും പറയാൻ പോകത്തില്ല. പ്രസിഡന്റിന് പല കാര്യങ്ങൾക്കും സുപ്രീം കോർട്ടിനോട് എന്ത് ചോദിക്കാൻ പറ്റും, അഡ്വൈസ് സീക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സുപ്രീം കോടതിന് നിർബന്ധവും ഇല്ല പ്രസിഡന്റിന് അങ്ങനെ അഡ്വൈസ് നൽകണമെന്നുള്ളത്. ഇതൊക്കെ സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ദ എക്സസൈസ് ഓഫ് പവർ ബൈ പ്രസിഡന്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ എക്സെപ്റ്റ് വേർ ദ പ്രസിഡൻഷ്യൽ ഡിസിഷൻ ഈസ് ആർബിട്രറി, ഇറാഷണൽ ഓർ ഡിസ്ക്രിമിനേറ്ററി. ഇപ്പം പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു, എന്നാലും ആ ഒരു തീരുമാനം ഒരിക്കലും ജുഡീഷ്യൽ റിവ്യൂവിന് ജുഡീഷ്യൽ റിവ്യൂ അതിൻ്റെ മണ്ടയിലില്ല. പക്ഷേ പ്രസിഡന്റ് വളരെ മോശമായൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ, അത് ഡിസ്ക്രിമിനേറ്ററി ആണെങ്കിൽ, ഇപ്പം കുറേ പേരെ പീഡിപ്പിച്ച ഒരു സവർണനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ സുപ്രീം കോർട്ട് എന്ത് ചെയ്യുന്നു, വിധിക്കുന്നു കൊല്ലാൻ. അപ്പം പക്ഷേ പ്രസിഡന്റ് അയാളുടെ പവറൊക്കെ കണ്ടിട്ട് അയാൾക്ക് പാർഡൻ കൊടുത്താൽ അത് ഡിസ്ക്രിമിനേറ്ററി ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സുപ്രീം കോടതിന് വേണമെങ്കിൽ ആ ഒരു ചോദ്യം ചെയ്യാൻ പറ്റും. പക്ഷേ നോർമലി പ്രസിഡന്റിൻ്റെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈ ആവാറില്ല. ദ എക്സസൈസ് ഓഫ് പവർ ബൈ ദ പ്രസിഡന്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ ബട്ട് എക്സെപ്ഷൻ ഉണ്ട്. ഇത് ആർബിട്രറി ആണെങ്കിൽ, ഇറാഷണൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആണെങ്കിലൊക്കെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. കോടതി ചിന്തിക്കും ഇയാൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവർ, ക്ഷമ കൊടുക്കാനുള്ള, ദയാഹർജി എന്ന് നമ്മൾ പറയും ഈ സാധനത്തിന്. എനിക്ക് വാക്കുകളൊന്നും കറക്റ്റ് സമയത്ത് കിട്ടത്തില്ല, അതാണ് എനിക്ക് ഇച്ചിരി സമയം കഴിഞ്ഞ് പറയേണ്ടി വന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സുകൾ ഇത്രേ ഉള്ളൂ. 3 ക്ലാസ്സുകളുണ്ട്. ഈ 3 ക്ലാസ്സുകൾ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു എനിക്ക് ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് വീതം എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോളിടും. നിങ്ങളത് ഉത്തരം കണ്ടെത്തുക. ഉത്തരം കണ്ടെത്തി കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇടുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ അതോ പഠിക്കാനുള്ള കോഡൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ചാനൽ, ടെലഗ്രാം ആൻഡ് യൂട്യൂബ് ബോത്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണോ പറഞ്ഞായിരുന്നു, പ്രസിഡൻറ്റിൻ്റെ ബില്ല്, ഒരു പർട്ടിക്കുലർ ബില്ല് മാത്രം പ്രസിഡൻറ്റിന് തിരിച്ചയക്കാൻ പറ്റത്തില്ല. അത് ആ ബില്ല് പ്രസിഡൻറ്റിൻ്റെ ടേബിളിൽ വരുവാണെങ്കിൽ സൈൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ ബില്ല് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് വരുമ്പോൾ പ്രസിഡൻറ്റിന് അത് തിരിച്ചയക്കാനോ റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രസിഡൻറ്റിന് അത് പോയി സൈൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ ഈ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.